So let's welcome MJ uncle, Madhu uncle, and Arikutti. Welcome. എന്തോ എന്താ ചൂട്? അയ്യോ എന്റെ മുന്നേ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഭയങ്കര ചൂട്. പാലയിലൊക്കെ ചൂടുണ്ടോ? എല്ലായിടത്തും ചൂടുണ്ട്. ആണോ? ടോപ്പ് സിംഗറിൽ വരുമ്പോഴാണ് എനിക്കൊരു സുഖം. പാട്ടൊക്കെ കേട്ട് തണുത്തില്ല. പാലമരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാ? അയ്യോ അല്ല, അവിടെ മൊത്തത്തിൽ ചൂടായി. ഒരു വേനൽ കുടീരമായി പോകും. വേഴാമ്പൽ കേഴുമല്ലേ? വേഴാമ്പലല്ല, ഇപ്പൊ മഴയാണ് കാത്തിരിക്കുന്നത്. അതെ. അപ്പോ മീൻകുടാ, എന്തോ FB പോസ്റ്റുകളൊക്കെ കലകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓ താങ്ക് യു. ഓരോ ദിവസം കാണുമ്പോഴത്തേക്കും അഭിമാനം കൂടിക്കൊണ്ടുവരാ. അയ്യോ എനിക്ക് വയ്യ. എന്റെ മകൾക്ക് കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട് കേട്ടോ, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഒരു ബുദ്ധിജീവിയാന്ന് തെളിയിച്ചോണ്ടിരിക്കുക. അയ്യോ മുഖം കണ്ടോ അത് പറഞ്ഞപ്പോഴത്തേക്ക്? കണ്ടാലൊരു ബുജി എന്ന് തോന്നും. അയ്യോ. Anyway, we should be proud that she has grown into this amazing human. താങ്ക് യു. അല്ലേ? നിങ്ങൾ കേൾക്കുമ്പോ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. താങ്ക് യു സോ ഇതൊന്നും മച്ച്. കാശ് കൊടുത്ത് എഴുതിക്കുന്നല്ലോ. അതെ അതെ, ഫുൾ ഓറാക്കല്ലേ? ഒരിക്കലില്ല. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ചൂട് വിശേഷങ്ങളില്ല എല്ലാവർക്കും. അതെ, അതെ 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 പാട്ട് കേൾക്കാൻ തുടങ്ങാം. ചൂടത്ത് കുളിരാക്കാൻ ആരെങ്കിലും വിളിക്കുക വേഗം. ഞാൻ കുളിരാക്കി തരാം. ഓക്കെ, നല്ലൊരു മെലഡി സോങ് കേൾപ്പിച്ചേരട്ടെ? വേണം, Okay. അത്യാവശ്യം. ഇപ്പോ അതെ, അങ്ങനെ അത്യാവശ്യമായിട്ട് ഒരു മെലഡി സോങ് പാടാനായിട്ട് കോഴിക്കോട് നിന്ന് വളരെ സത്യസന്ധയായിട്ടുള്ള ഒരാളെ ഞാൻ വിളിക്കാൻ പോവാണ്. ഒരു കള്ളവും പറയാത്തൊരു കുട്ടിയാണ് ഓ വരുന്നത്. അങ്ങനെയാണോ? ലെറ്റ്സ് വെൽക്കം അഖേതി ഓൺ സ്റ്റേജ്. ചുന്ദരിക്കുട്ടിയാണോ? ആയിരിക്കാമോ? ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞ SP ആന്ന് വിചാരിക്കില്ല ആൾക്കാർ. അങ്ങനെ സ്വയം കണ്ണാടിയിൽ നോക്കിട്ട് എപ്പോഴും പറയാറില്ല എന്നെ പോലെ സുന്ദരി വേറെ ആരുണ്ടെന്നൊക്കെ അത് പറയാറ്. ചിലപ്പോ പറയാറുണ്ട്. എനിക്കറിയാം. ചിലപ്പോ നിന്നിട്ട് അമ്മേനോടൊക്കെ പറയും, ഇന്റെ അത്ര സുന്ദരി ഒന്നല്ല അമ്മ, അങ്ങനെയൊക്കെ ഞാൻ പറയും. ആണല്ലേ? ആണല്ലേ? ഞാൻ ചെയ്യാറുള്ളൂ. എവിടെ അമ്മയുടെ മുഖം നോക്കട്ടെ എവിടെ? അതെ, ഓക്കെ. പിടിച്ചു. അച്ഛനോ സുന്ദരനല്ലേ? സുന്ദരനാ. ആണോ? അങ്ങനെയല്ലേ ഇത്ര സുന്ദരി ഉണ്ടായത്? സുന്ദരൻ എന്റെ അത്ര ഇല്ലാന്ന്. എന്തായാലും SP ആണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച, സുന്ദരി പെണ്ണെന്ന ഉദ്ദേശിച്ച. SP. അത് കൊള്ളാൻ നിങ്ങള് മൂന്നാളും സുന്ദരനും സുന്ദരികളൊക്കെ തന്നെ. അതെ, സന്തോഷായില്ലേ? സംശയമില്ലല്ലോ അതിനെപ്പറ്റി. മീനു ചേച്ചിയും ആണോ? സന്തോഷം. SP ഏതാണ് പാട്ട്? ഓലച്ചങ്ങാലി. അതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇപ്രാവശ്യം നാട്ടില് പോയപ്പോ എസ്തറില്ലേ, അവളെന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ അവളുടെ വീട്ടിലും പോയി. പിന്നെ ഞങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു. നിങ്ങൾ അഭിനയിച്ചോ? ഓ ഓ അത് ശരി. അഭിനയിച്ചു. അല്ല, ഇങ്ങനെ ക്യാമറയിലൊന്നല്ല, പിന്നെ എങ്ങനെ ഈ ഫോണ്, സാധാ ഫോണില്. റെക്കോർഡ് ചെയ്തില്ലേ? ഓ അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലേ? അതൊന്ന് കൊണ്ട് കാണിക്കണം ഇവിടെ ഒരു ദിവസം. കാണിക്കാം. പിന്നെ ഞാൻ അവളുടെ അമ്മമ്മയുടെ വീട്ടിലും പോയി, അവിടെ കോഴിക്കോട് തന്നെ. അപ്പോ ഞാൻ അവിടേക്കും പോയി. അപ്പൊ ഞങ്ങള് ബീച്ചിന്റെ അടുത്ത് അവളുടെ അമ്മമ്മയുടെ വീട്. ഞങ്ങള് ബീച്ചിലൊക്കെ പോയി. ഒരു കുതിരല്ല, ഒട്ടകം. കുതിര ഒട്ടകത്തിന് മാറിപ്പോയോ? ഒട്ടകം എന്ന തല നീണ്ടിരിക്കും, മുകളിൽ ഇങ്ങനെ ഒരു കൂനുണ്ടാവും, മുഴയുണ്ടാവും. അതിനല്ലേ കണ്ടേ? ഓക്കെ, കറക്റ്റ്. എന്നിട്ട് ബീച്ചിലുണ്ടാവുമല്ലോ അത്. അതെ. അപ്പൊ അങ്ങനെ ആൾക്കാർ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇതാക്കാൻ പോകും. അപ്പൊ ഞങ്ങളും ഇങ്ങനെ സവാരി ചെയ്യാൻ പോകും. സവാരി ചെയ്യാം. സവാരി. അപ്പൊ ഞങ്ങളും കേറി. എന്നിട്ട് ഒരാവേശത്തിൽ കേറിപ്പോയതാ. പിന്നെ ഞങ്ങള് നിങ്ങളെ കൊണ്ട് കടലിലേക്ക് ഓടിയില്ലല്ലോ? അല്ല, അതിങ്ങനെ ചാടുക, ഇങ്ങനെ ചാടി താഴും ഇങ്ങനെ. അതാ കുതിര ഓർമ്മ. ഞാനാണെങ്കിൽ അതിന്റെ ഒരു സാധനം ഇല്ലേ, ഹമ്പ്, അവിടെ ഇരുന്ന് ഞാനിരുന്നേ. അവള് ഈ കഴുത്തിന്റെ ഇവിടെ അല്ലേ, അവിടെ അവളിരുന്നേ. എന്നിട്ട് എനിക്കാണ് പ്രശ്നം. അത് ചാടുമ്പോ ഞാനാണ് ആകാശത്തിൽ. അവള് കുഴപ്പമില്ല, അവള് എല്ലാരും ഇങ്ങനെ നോക്കുക, അങ്ങനെ ഇത് എന്താ പിന്നെ ആ കുതിര ഇങ്ങനെയൊക്കെ അല്ലല്ല അതല്ല, മുമ്പില് കഴുത്തിന്റെ അവിടെ എസ്തർ ആയിരുന്നോ? കഴുത്തിന്റെ അവിടെ ഇരിക്കണ എസ്തർ ഇങ്ങനെ അല്ലേ? ഹമ്പിലിരിക്കണ അഖൈദുക്കുട്ടി ഒട്ടകം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയ ഒരു 180 ഡിഗ്രി. ഇങ്ങനെ നോക്കി ഞങ്ങള് വീഴാൻ പോയി. വീഴാത്ത കഷ്ടമായി പോയി കേട്ടോ. അയ്യോ. അപ്പൊ ഒട്ടകത്തിന്റെ ആള് എന്തൊക്കെയൊക്കെയോ എന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അടിപൊളി. ഒട്ടക സവാരി ഒക്കെ കഴിഞ്ഞപ്പോ പാട്ട് പാടാൻ ഇവിടെ വന്നിരിക്കുക അല്ലേ? അതെ. ഓലച്ചങ്ങാലിയുടെ വിശേഷം ഡീറ്റെയിൽസോ? പാടിയത് ചിത്രാമ്മ. വർഷം 1994.
ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, മൂവി കിന്നരിപ്പുഴയോരം. Okay. Yes. കിന്നരിപ്പുഴയോരം. അപ്പൊ ഓൾ ദി All the ബെസ്റ്റ്. best. താങ്ക് യു. നല്ലോണം പാടണേ. എന്തായാലും നല്ല തിളങ്ങുന്നുണ്ട്. പാട്ടൊന്നും പാടി പാട്ടും തിളങ്ങട്ടെ. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കിന്നരിപ്പൂവേ കിങ്ങിണിപ്പൂവേ മഞ്ഞണിക്കാവേ കുഞ്ഞരിപ്പൂവേ ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി തിണ്ടളിരിൻ പൂന്തണലിൽ പാറി വരാമോ. ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി തിണ്ടളിരിൻ പൂന്തണലിൽ പാറി വരാമോ. ആവണിപ്പാൽ നിലാപ്പീലി തരാം ഞാൻ, കാലിലെ താലിയും കൊണ്ടുവരാം ഞാൻ. കളിച്ചിരിയിൽ തരിവളകൾ കിലുകിലുങ്ങുന്നു. ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി ചിന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ. കണ്ണാടിക്കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ. കണ്ണാടിക്കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ. താമരത്തൂവിരൽ നീയിൽ തലോടവേ തങ്കനിലാവേ നീനുള്ളം തുള്ളിയോ. നീ മണിമുകിലൊരു മണിയറ വിരിയാൻ മനമതിൽ വിതറിയ നറുമലരിതളാൽ മിഴികൾ ശലഭമാൻ. ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി ചിന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ. പൊന്നോടക്കുഴലൂതും പുലർക്കാല തീരങ്ങൾ പൊന്നിറക്കോടിയിൽ മുടിയൊരുങ്ങുമ്പോൾ. പൊന്നോടക്കുഴലൂതും പുലർക്കാല തീരങ്ങൾ പൊന്നിറക്കോടിയിൽ മുടിയൊരുങ്ങുമ്പോൾ. പാർമരച്ചില്ലകൾ പനിനീരിൽ മുങ്ങിയോ. പഞ്ചമമാരോ പൂങ്കാറ്റിൽ കുന്തിയോ. നീ മിഴിയിണയൊരു മരതകമണിയാ മനമതിലുണരുമൊരനിതരതളമായി കനവു കവിതയായി. ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി ചിന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ. ഓലച്ചങ്ങാളി ഓമനച്ചങ്ങാതി ചിന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ. ആവണിപ്പാൽ നിലാപ്പീലി തരാം ഞാൻ, കാലിലെ താലിയും കൊണ്ടുവരാം ഞാൻ. കളിച്ചിരിയിൽ തരിവളകൾ കിലുകിലുങ്ങുന്നു. ലാലലലാലാ, ലാലലലാലാ, ലാലലലാലാ. നൈസ് നൈസ് നൈസ്. നൈസ്. Na 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 la 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 la
ആ ക്യൂട്ടാണല്ലേ അല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂട്ട്നെസ് ഓവർലോഡ് ചെയ്യണം, ആ. കുറച്ച് ആ. ചെറിയ എക്സാജറേഷൻ അല്ലേ? അപ്പൊ ആ ഋതമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു ക്യൂട്ട്നെസ് കുറച്ചും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ ആ പാടിയതില്? ആ ഓലച്ചങ്ങാലി പാവല്ലേ, ഒരു കുസൃതി. ആ ഓലച്ചങ്ങാലിയല്ലേ നമ്മുടെ മീനുട്ടി. അപ്പൊ മീനുട്ടിയെ നോക്കി ഒന്ന് പാടിക്കോളൂ. ആ ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. യെസ്. ആഹാ. ഓ ഇപ്പൊ കിട്ടി. ആ. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവസാനത്തെ പല്ലവിയില്ലേ, അത് ആ. കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് പല്ലവിയിലേക്ക്. നമുക്ക് Yes. ഞാൻ വിചാരിക്കായിരുന്നു ആദ്യം ഒന്നുകൂടി തുടങ്ങിയാലോ ഒന്ന് പാട്ട്. ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നില്ലേ? ചെറുതായിട്ടുണ്ടായി. ചെറുതായിട്ട്. ഈ ചെറുത് ചിലപ്പോ മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വലുതായിട്ട് കാണും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ചെറുതിന്. മൈക്രോ ബിക്കംസ് മാക്രോ, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോ അത് വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടാനായിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ നല്ലതാണെന്നുള്ള അഭിപ്രായം അങ്കിളിനുണ്ട്. പിന്നെ ആദ്യ തുടക്കം തന്നെ കുറച്ചും കൂടി ക്യൂട്ടാവാൻ തോന്നി. എന്തിനാണ് അങ്ങനെ ഒരു ആഡ്ലിബ് അവിടെ വെച്ചിരിക്കണേ? അത് കണക്ട് ചെയ്യാനാണ്, ആ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യാനാണ്, ആ കുഞ്ഞിനുമായിട്ട് കണക്ട് ചെയ്യാനാണ്. അങ്ങനെയല്ലേ? കമോൺ. കിന്നരിപ്പൂവേ ആ കിങ്ങിണിപ്പൂവേ ആ മീനൂട്ടിയെ നോക്കൂ. അപ്പൊ ക്യൂട്ടാവും. കിന്നരിപ്പൂവേ കിങ്ങിണിപ്പൂവേ. കണ്ട മീനൂട്ടി നോക്കി Correct ആയി. ശ്രദ്ധിക്കണം. അതെ 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 അതെ. നേരത്തെ പറഞ്ഞ എവിടെ നിന്ന് വൈബ് എന്ന് പറഞ്ഞ സാധനം അതാണ്. ഇനി പാടുമ്പോ ഞാൻ മീനു ചേച്ചീനെ നോക്കി. ആ ഒരു കാര്യം ചെയ്യും, മിനുട്ടി അവിടെ തന്നെ നിന്നാ മതി. അതൊക്കെയാണോ ഇനി ആകിയത് രാവിലെ മുതൽ ഇവിടെ വന്ന്? ഈ പ്രോഗ്രാം തീരണവരെ അവിടെ തന്നെ വേണ്ട, നിന്നോ. ഒരാൾക്ക് നിക്കാന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയും കൂടെ. മഞ്ഞണിക്കാവിൻ കുഞ്ഞരിപ്പൂവേ. ഓരോ നോട്ടും കറക്റ്റ് ആവണം, ഓരോ നോട്ടും കണക്റ്റ് ആവണം, കറക്റ്റ് ആവണം, കണക്റ്റ് ആവണം, കണക്റ്റ് ആവണം, കറക്റ്റ് ആവണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതിവിടെ എത്തുള്ളൂ. ഇവിടെ എവിടെ? ഇവിടെ ഇൻ ടു യുവർ ഹാർട്ട്. പിന്നെ ഈ ചരണത്തിൽ ഈ മണിമുകിൽ ഒരു മണിയറ, അവിടെ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടിക്കപ്പിക്കാമോ? ഈ മണിമുകിലൊരു മണിയറ വിരിയാ, മനമതിൽ വിതറിയ നറുമലരിതളായി മിഴികൾ ശലഭമാ. ഇപ്പോഴും ഒരേ സൗണ്ടിലാണ് എനിക്ക് തോന്നുന്നത്, ഒരേ വോളിയത്തിലാണ്. അങ്ങനെയല്ല, ഡൈനാമിക്സ് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യില്ല. എന്നിട്ട് ഓലച്ചങ്ങാലി വരുമ്പോഴാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത്. അതുപോലെ ഫസ്റ്റ് ചരണത്തിന്റെ കണ്ണാടി കവിളോരം എന്ന് പാടിയില്ലേ, ഒരു എന്തൊരോ പോലെ തോന്നി. അങ്ങനെ തോന്നിയില്ലേ? അതെന്തോ പറ്റി, അതെന്താ പറ്റിയെന്നറിയാം. എന്തോ പറ്റി അല്ലേ? അങ്ങനെ പാടി പറ്റിക്കാൻ പറ്റൂല കേട്ടാ. നമുക്ക് പാടാൻ, നന്നായിട്ട് പാടാൻ പറ്റണം. അങ്ങനെ പറ്റിയേ പറ്റൂ. ഓക്കെ അല്ലേ ആര്യക്കുട്ടി? അതെ, വളരെ ശരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത്. താങ്ക് യു ചേച്ചി. അപ്പോ എനിക്ക് തോന്നി എന്താന്ന് പറഞ്ഞാൽ, പിച്ചിന്റെ പ്രശ്നങ്ങള് പാട്ടിൽ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രുതി ഇങ്ങനെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് പല്ലവി ഓക്കെ, ലാസ്റ്റ് പല്ലവി ഓക്കെ. അതാ പറഞ്ഞ എം ജെ സാർ പറഞ്ഞു, അത് വെട്ടിയെടുത്ത് മേളിൽ വെക്കണമായിരുന്നു എന്ന് പറഞ്ഞ അതാണ്. ഒരുപാട് സ്ഥലത്ത് ഇപ്പോ ആവണി പാൽനില പീലി തരാം എന്ന് പറഞ്ഞ ഭാഗം, തരിവളകൾ കിലുകിലുങ്ങുന്നു, അവിടെ ബ്രെത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ നിന്നുള്ളം തുള്ളിയോ എന്ന ഭാഗത്ത് പിച്ച്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് അഖേദി കുട്ടിയുടെ ഒരു ഗുഡ് ഡേ ആയിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. അപ്പൊ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുക. സെലക്ഷൻ കുറച്ചും കൂടെ അഖേദി കുട്ടിക്ക് പറ്റിയ പാട്ടാണോ എന്നൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ അവസാനത്തെ ബ്രെത്തിന്റെ ഇഷ്യൂ, ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഭാഗങ്ങൾ എന്തുണ്ട്, ശരിയാക്കാൻ ഇനിയും ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, മിടുക്കിയാണ്. അപ്പൊ നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അഖൈദി കുട്ടി, എന്തോ പാട്ട് നമുക്ക് വീണ്ടും തുടങ്ങിയാലോ? ആദ്യം മുതൽ. എന്തായാലും നല്ല കഴിവുള്ള ആളാന്ന് ആ പല്ലവി കേട്ട, ലാസ്റ്റ് പല്ലവി കേട്ടാ അറിയാം. താങ്ക് യു സർ. ആ ലാസ്റ്റ് പല്ലവി പോലെ തന്നെ ഫുൾ അങ്ങ് പാടിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ? എന്തുകൊണ്ട് അങ്ങനെ പാടിക്കൂടാ? വൈ കോണ്ട് യു? എന്തോ പറ്റിപ്പോയി. അപ്പം ഇത് ഞാൻ എല്ലാം വിശദമായിട്ട് പറയണില്ല. മൊത്തത്തിൽ ഇവര് പറഞ്ഞു, എം ജെ അങ്കിളും ആര്യ ചേച്ചിയും പറഞ്ഞു, ശ്രുതി പ്രശ്നമാണ് മെയിൻ ആയിട്ടുണ്ടായത്. ലാസ്റ്റ് പല്ലവി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ചരണത്തിലെ പൊന്നോടെ കൊള്ളോതും ആ സെക്കൻഡ് ടൈമില്ലേ ചരണത്തിൽ, സെക്കൻഡ് റെപ്പിറ്റേഷൻ അത് നന്നായിരുന്നു. ഇതെവിടെയാ ഖേദി കുട്ടി ഏറ്റവും ഹൈ വരുന്നത്? ഏത് വരിയാ ഇപ്പോ? അതാണോ? അതാണോ? അതായി. ഒന്ന് പാടിയേ നോക്കട്ടെ.
ഇപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ഇപ്പോഴാണ് ആയിട്ട് വരുന്നുണ്ട്. വരുന്നത്. ഒരു ഹാഫ് സ്കെയിലൂടെ അപ്പ് ചെയ്ത് നോക്കട്ടെ. താമരച്ചില്ലകൾ പനിനീരിൽ മുങ്ങിയോ, പഞ്ചമമാരോ പൂങ്കാറ്റിൽ കൊഞ്ചിയോ. ആ ഓക്കെ, ബാക്കി പാടിയേ നോക്കട്ടെ, കേട്ടോക്കട്ടെ. ഈ മണിമുകിലൊരു മണിയറ വിരിയാ, മനമതിൽ വിതറിയ നറുമലരിതളായി മിഴിക ശലഭമാ. ഐ തിങ്ക് ഇറ്റ് ഫീൽസ് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നു. എവിടെയോ ഒരു ആ ഒരു എനിക്ക് നന്നായിട്ടുണ്ട്. ഈ പിച്ചും പെർഫെക്റ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി കുറച്ചും കൂടെ. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് പാടണം. കാരണം വെച്ചാൽ ഈ ഹസ്കി കാറ്റ് കുറെ പാടുമ്പോ പോകുന്നുണ്ട്. അതാണ് ഈ ശ്വാസം കിട്ടാതെ സസ്റ്റെയിൻ നോട്ട്സ് ഒന്നും കിട്ടാത്തത്. ഏറ്റവും ലാസ്റ്റ് പല്ലവി നിർത്തിയപ്പോഴും ആ ചിരിക്ക് മുമ്പ് അതെ, അതും ബ്രെത്ത് കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിരിച്ചു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അഗൈത് കുഞ്ഞെ, ഈ പാട്ട് പാടിയത് ആരാ? ചിത്രമ്മ. ചിത്ര ചേച്ചിയാണ്. അപ്പൊ ചിത്ര ചേച്ചിയെ നമുക്കൊരു റോൾ മോഡലായിട്ട് കാണാം കേട്ടോ. എന്തുകൊണ്ടാ? നല്ല പാട്ടാ. ആണല്ലേ? ഓ അത് ശരി. നല്ലല്ലേ? ചിത്ര ചേച്ചി ഗ്രേറ്റ് ആണ്. അതാണ് ലെജൻഡ്, മഹത്വമാണ്, ലെജൻഡാണ്. അതെന്താ വെച്ചാൽ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ആസ് എ മ്യൂസിക് കമ്പോസർ എന്റെ പാട്ടുകളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ചിത്ര ചേച്ചിയാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. അതിലൊരു കോംപ്രമൈസ് ഇല്ല. അതെ അതെ. അതും ചേച്ചി ചിരിച്ചുകൊണ്ടാണ് ആ പെർഫെക്ഷൻ കൈവരിക്കുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പഴയ കുറേ എൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം എനിക്ക് കിട്ടി. അത് കാംബോജി എന്ന് പറഞ്ഞ സിനിമയിൽ നടവാതിൽ തുറന്നില്ല എന്നൊരു പാട്ടുണ്ട്. അപ്പൊ അത് ONV സാർ എഴുതിയതാണ്. അതിന്റെ ഒരു റെക്കോർഡിംഗ് സെഷനിൽ ചേച്ചി പാട്ട് പഠിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഇവിടെ കാണാം. പടിവാതിൽ കടന്നു, പടിവാതിൽ കടന്നു, കടന്നോരാളണഞ്ഞില്ല, കടന്നോരാളണഞ്ഞില്ല. നറുനിലാവുദിച്ചിട്ടും, നറുനിലാവുദിച്ചിട്ടും, ചുറ്റും പടിവാതിൽ, നറുനിലാവുദിച്ചിട്ടും പടിവാതിൽ കടന്നോരാളണഞ്ഞില്ല, പടിവാതിൽ കടന്നോരാളണഞ്ഞില്ല. വരുമെന്നോ ഇങ്ങനെ കണ്ടിരിക്കുക ഇങ്ങനെ. ചിത്ര ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ഞാനിതിപ്പോ ഇത്രയും പറയാൻ കാരണം അഗൈതിക്ക് ആ ഒരു മഹത്വത്തിന് ഒരു ചെറിയൊരു എയ്ഡ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു റോൾ മോഡൽ ഉള്ളത് നല്ലതാണ്. അത് കണ്ടാണ് നമ്മൾ വളരുന്നത്, അത് കേട്ടാണ് നമ്മൾ വളരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ശൈലി പിന്നെ ഉരുത്തിരി. അങ്ങനെയാണ് വേണ്ടത്. കേട്ടോ കുഞ്ഞെ? കുഞ്ഞാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ യു ക്യാൻ ഫോളോ ചിത്ര ചേച്ചി. ഓക്കെ അഗിതി കുട്ടി, എന്തോ ഇന്നത്തെ മാർക്ക് 95 ഔട്ട് ഓഫ് 100. താങ്ക് യു ചേച്ചി. അഗീത് കുട്ടാ, എന്തോ പറഞ്ഞതൊക്കെ സെറ്റ് അല്ലേ? സെറ്റാ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ. നമ്മുടെ മിയക്കുട്ടിയും റജ്വൽ കുട്ടനുമാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റജ്വൽ ആൻഡ് മിയക്കുട്ടി ഓൺ സ്റ്റേജ്. എടാ, ഞാൻ നിന്റെ എപ്പിസോഡൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്ക് ഈ പെൺകുട്ടികളോട് ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത്. അതെനിക്ക് പണ്ടേ പെൺകുട്ടികളെ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ നീ എന്തായാലും ആ മിയക്കുട്ടിയുടെ കൂടെ അല്ലേ ഡ്യുവറ്റ് പാടണ്ടേ? അതൊരു പെൺകുച്ചാണ്, കോമ്പറ്റീഷൻ അല്ലേ, പാടിയല്ലേ പറ്റൂ. ഇതുകൊണ്ട് മിയ വരുന്നു. അവളെ എനിക്ക് പണ്ടോട്ട് അറിയുന്നയാ. അവളെ ഇച്ചിരി കുറുമ്പാ. എന്തായാലും അവളെ തന്നെ ഇച്ചിരി പാടും. ഞാൻ ചന്ദ്രലേക്ക് സിനിമ കണ്ടിരുന്നു. നല്ല കോമഡി വരുന്ന. ബിസ്ക്കറ്റ് വേണോ? എനിക്ക് വേണ്ട. നല്ലതാ, കഴിച്ചോ? എനിക്ക് വേണ്ട. അതിൽ കോണ്ടസേറ്റ് ഒരു കോമഡി ഉണ്ടായിരുന്നു. മിയക്കുട്ടി കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഇതെന്താ കേളി ഹെയറോ?
സ്മെല്ലാണോ? ജനിച്ചപ്പോ തൊട്ടുള്ളതാ. ഇവനല്ലേ നേരത്തെ പെമ്പിളെ ഇഷ്ടമല്ല സംസാരിക്കലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇവിടെ കുട്ടൂസ് ഉണ്ട്. കുട്ടൂസാ? ആ, ആര്യ കുട്ടൂസ്. ജഡ്ജായിട്ടിരിക്കുന്നു ചേച്ചി. ആ, നമ്മൾ പണ്ട് തൊട്ടേ കമ്പനിയാ. എനിക്ക് ഇവിടെ മാത്രം കുട്ടൂസല്ല, എനിക്ക് നാട്ടിലും കുറെ കുട്ടൂസ് ഒക്കെ ഉണ്ട്. മിയക്കുട്ടിക്ക് എന്റെ കുട്ടൂസ് പോകാൻ താല്പര്യമുണ്ടോ? മിയ കുട്ടൂസ്. ഓ വേണ്ട. റിജുലെ അല്ല നീയല്ലേ മിയക്കുട്ടി വാ, നമുക്ക് ഫ്ലോറിൽ പോവാം. നീങ്ങോട്ടാ ഇങ്ങോട്ട് പോരെ. കാണണേ കാണണേ. അയ്യോ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് നീ അങ്ങോട്ട് നോക്കും. അയ്യോ പൊക്കം വെച്ചു. ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട്. അതെ മീനുട്ടീനെ അത്ര എത്തി. മീനുട്ടിയേക്കാളും പൊക്കം വെച്ചോ? ഓ അത്ര ഉണ്ടാവില്ല. അത്ര ഉണ്ടാവില്ല. ആ മുടിക അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോഴും ആലുവേരയാണോ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോ 5th. അത് എത്രാമത്തെ പ്രാവശ്യം? 5th? അല്ല ഞാൻ 6th. സോറി, മറന്നുപോയേ. പാട്ട് എങ്ങനെയുണ്ട്? പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഓ ഉണ്ട്. ആര്യ ചേച്ചി ഈ മിയക്കുട്ടിയാണ് ബാംഗ്ലൂർ ഇവിടെ കൊണ്ടുവന്നത്. അരവല എന്ന് പറഞ്ഞത്, റിലിക്സ് എന്ന് പറഞ്ഞത് തുടക്കം വിട്ട ഓർക്കസ്ട്ര. കുറച്ച് ആളാണിത്. ലിറിക്സ്. പഠിച്ചു. ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര. വർഷം വേണ്ടി വന്നു പഠിക്കാൻ. അപ്പോ മീക്കുട്ടാ ഓ വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് മിയക്കുട്ടി? എത്ര നാളായി കണ്ടിട്ട്? ഓ കുറെ നാളായി. പൊക്കമൊക്കെ വെച്ചു, പക്ഷെ എന്നാലും ക്യൂട്ട്നെസ് ഇപ്പോഴും ഉണ്ട്. സുന്ദരി. താങ്ക് യു. അല്ല, ഇതിന്റെ ഇടയില് ടൈയും കെട്ടി ഒരാൾ നിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ മിണ്ടി കേട്ടോ. നമ്മുടെ റിജുക്കുട്ടിനെ ആരെങ്കിലും നോക്കിയോ? MJ സാറ് നോക്കിയോ? ചേട്ടൻ നോക്കിയോ? ടിപ് ടോപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏതോ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. ആണോ? ഇൻഷുറൻസ് പിടിക്കാൻ വന്നതാണോ? പാട്ട് പാടാൻ വന്നതാ. ഏത് പാട്ട്? ഒന്നാം വട്ടം കണ്ടപ്പം. ഒന്നാം വട്ടം കണ്ടു. ഈ മിയക്കുട്ടി ഒന്നാം വട്ടമാണോ കാണുന്നേ? ആണോ? എങ്ങനെയുണ്ട് മിയക്കുട്ടി? അടിപൊളിയാ. അടിപൊളിയാണ്. ആള് ബിസി അല്ലേ? ഭയങ്കര നിറച്ച് പ്രോഗ്രാംസ് അല്ലേ? മീക്കുട്ടാ ഇതാരാണെന്ന് അറിയാമോ? അറിയാം. ആരാ? റിജ്വൽ. റിജ്വൽ. ദ ഉജ്വൽ. ഉജ്വലൻ. അങ്ങനെയുണ്ട്. റിജ്വൽ അങ്ങനെ പേരുണ്ട്. 4 പേരുണ്ട് ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇങ്ങനെ കേട്ടല്ലോ, ഉജ്വല പ്രകടനായിരുന്നു കേട്ടിട്ടില്ലേ? ഉജ്വല പ്രകടനം. പിന്നെ നമ്മുടെ ആര്യക്കുട്ടിയുടെ കുട്ടൂസും കുഞ്ഞൂസും. കുഞ്ഞൂസും. ഓക്കെ, വെരി അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കാലക്ക് മിയക്കുട്ടി, കാലക്ക് ഉജ്വലെ. അപ്പൊ കുട്ടായി തൊപ്പിക്കാരായി ഇപ്പൊ കല്യാണം. മകരമാസത്തിൽ വേലി കെട്ടിയിട്ടപ്പ കല്യാണം. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം. രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ഒരു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ.
ഞാൻ ഒന്നാം വട്ടം കണ്ടപ്പം ചിക്കന് ചിങ്കാരം രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം ഒരു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ ഞാൻ കവർന്നെടുത്തോട്ടെ. താങ്ക് യു. ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ്. ഋജുല, പ്രജ്വല, ഉജ്ജ്വല, തേജുല, എന്തോ കലക്കി രണ്ടുപേരും കൂടെ. താങ്ക് യു. താങ്ക് യു. നീ കൂടെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അങ്കിളിന്. ഓ നീ കൂടെ ഇപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി പോയില്ലേ. പ്രൊഫഷണൽ അല്ലേ? പ്രൊഫഷണൽ സൗണ്ടിങ് ആണ്, പെർഫോമൻസ് ആണ്. ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുത് എന്നുള്ള രീതിയിലല്ലേ പാടണേ. അത് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷമാണ് ഉള്ളിന്നുള്ള. ഇതാണ് ഇന്നർ ഹാപ്പിനെസ് അല്ലേ മീനുകൂട്ട? അതെ അല്ലേ, മീനുകൂട്ടന്റെ അത്രയും പൊക്കം വരാൻ പോണേട്ടാ. അതെ. ശ്രദ്ധിച്ചോ? ഏകദേശമായി. ഇല്ല, അത്ര ആയിട്ടില്ല. ഇനി വരും, ഇച്ചിരി കൂടി ബിഗ് അതിനേക്കാൾ ഗോളാകുമ്പോ വരും. വരും. ഇപ്പൊ 6-ലല്ലേ ആയിട്ടുള്ളൂ? ആ അതെ. 6-ലല്ലേ? 6th-ല്. 6-ലോട്ട്. 6-ലോട്ട് പോണു. ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം. റിജ്വലിന് ഇഷ്ടമാണോ മാത്തമാറ്റിക്സ്? മാത്സ് ഇഷ്ടൊക്കെ തന്നെയാ, പക്ഷെ കുറച്ച് ടഫ് ഒന്നും ഇല്ല. പക്ഷെ കുറച്ച് ടഫാണ്. കുറച്ചും കൂടി ഇഷ്ടമൊക്കെ ഹിന്ദിയാ. ഹിന്ദിയാണ്. ഹിന്ദിയാണോ ഇഷ്ടം? ഹിന്ദി അറിയോ ഹിന്ദി സംസാരിക്കാൻ? കുറച്ച്. ആ ഹിന്ദി കുറച്ച് പറയും. എം ജെ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും? ആണോ, മിയക്കുട്ടിക്ക് അറിയാലോ നല്ലോണം. കൈസാ ഹേ? मैं ठीक से चल रहा हूँ. ഓ, അറിയാം, ഭയങ്കര- അറിയാം, വേണ്ട, Next അറിയാം. level ആണ്. എനിക്കറിയാം ഹിന്ദി. മിയക്കുട്ടിക്ക് നല്ലോണം അറിയാലോ. ये गाना कैसा गाया? ये बहुत अच्छे से गाया, बहुत अच्छी है. അയ്യോ എനിക്ക് കേട്ടാ. ഞാൻ തോറ്റു. അപ്പൊ മക്കളെ എന്തോ റുജുല എന്തോ സൂപ്പർ ആക്കി കേട്ടോ, താങ്ക് യു. സൂപ്പർ ആക്കി. എനിക്ക് ആദ്യം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ആ ഒരു ഡാൻസ് ഉണ്ടായിരുന്നല്ലേ, ആറ്റിറ്റ്യൂഡ്. ഉം. ഒരു ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ആ അതന്നെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പഠിപ്പിച്ചു. അത് സ്വന്തം കൈന്നിട്ടതാണ്. അല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ഏതായിരുന്നു അപ്പൊ? മറ്റേതില്ലേ മറ്റേ കൊന്നരി കൊന്നരി ആ, അത് ഞാൻ പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് രേ 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 രേ, അത് പാടില്ലേ, അതിങ്ങനെയായിരുന്നു. ഇല്ലിനക്കിനി നാച്ചി കട്ടോ രേ 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 അതല്ലേ രേ രേ രേ. അത് കൊള്ളായിരുന്നു. ഈ രേന്ദ്രനെ കളയണ കുടഞ്ഞ കളയണ എന്തിനാ? രേ, രേ, രേ. ആദ്യം അപ്പുകുട്ട തൊപ്പിക്കാരല്ലേ, അത് ഭയങ്കര വയലന്റ് ആയിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ കുട്ടാ തൊപ്പിക്കാരായി ഇപ്പൊ കല്യാണം. ഇനിയാണ് വയലന്റ് ആയിട്ട് നോക്കിയോ. മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ പാവം കേട്ടോ. കുറച്ചിതായി, പാവമായി. ആദ്യം നേരത്തെ കുറച്ചുകൂടെ ഭയങ്കര പവറായിരുന്നു. ആ ഈ പുലരാറായോ പൊൻധനുമാസം എന്ന് പാടിയില്ലേ, അത് സഭാഷ. അതെ അതെ. താങ്ക് യു. ഹരി തേർഡ് ബീജം ഫ്ലൂട്ടില്ലേ, കസറി. ബ്യൂട്ടിഫുൾ. കസറി കസറി ഉഴുത് മറിച്ച്. അതെ. അത് സൂപ്പർ ആയിരുന്നു. മിയക്കുട്ടി ഓ ഒരു പ്രൊഫഷണൽ ഗായിക നിന്ന് പാടുന്നത് ഞാൻ കണ്ടത് ഇവിടെ. അങ്ങനൊന്നുമില്ല. കുറച്ച് സ്റ്റൈലിഷ്, നല്ല സ്റ്റൈലാണല്ലോ ഇപ്പൊ. അത് സമ്മതിച്ചു. അല്ലേ? അല്ല, ആള് സ്റ്റൈലായി, പാട്ട് സ്റ്റൈലായിട്ടുണ്ട്. ആ നമ്മൾ ഇവിടുന്ന് പറയായിരുന്നു ആ. പ്രൊഫഷണൽ, അതെ, പക്ക പ്രൊഫഷണൽ ആയി പറയായിരുന്നു. സ്റ്റൈലും മാനറിസംസ്. അതെ അതെ. യെസ്. ആ പിന്നെ ചിരി ഇത്തിരി കൂടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. സന്തോഷം. അതെ അതെ അതെ, ചിരി കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് കലക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മിയക്കുട്ടി. താങ്ക് യു. അതുപോലെ തന്നെ റിജ്വൽ കുട്ട എന്തോ ഉജ്ജ്വലമായിരുന്നു, ഉജ്ജ്വലം. താങ്ക് യു. പാട്ട് നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം ഫസ്റ്റ് ഒന്നാം വട്ടം കണ്ടപ്പം, ആ കണ്ടപ്പം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ കന്നിവെയിൽ പന്തലിട്ട് ആ കുറച്ച് ശ്രുതി പ്രശ്നം, അതൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു, താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു. രണ്ടുപേരും കലക്കി, വേറെ ലെവൽ. താങ്ക് യു. മിയക്കുട്ടി ഫോണിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പാട്ടിങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ മുടിയാണ്, ഞാൻ ആ മുടി നോക്കി ഇങ്ങനെ ഇരിക്കും കുറെ നേരം. ഒരു കാര്യം പറയട്ടെ, ആ ഞാൻ ആര്യ ചേച്ചിനെ ആദ്യമായിട്ടാണല്ലോ കാണണേ. ആ അപ്പൊ ആര്യ ചേച്ചിന് ഇഷ്ടംപോലെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അപ്പൊ ഒരു പാട്ട് ഞാൻ ഇതുപോലെ ആര്യ ചേച്ചിനെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആഹാ. ഞാൻ പഠിച്ച് ഓക്കെ. പാട്ട് പഠിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആ. ഒരു വലിയൊരു ലൈക്ക്. അത് ആരുടെ ലൈക്കാ? കണ്ടുപിടിക്കാൻ പറ്റുമോ? ആര്യ Guess ചെയ്യാൻ ചേച്ചി? പറ്റുമോ? എന്താ? പിന്നെ അതൊരു സ്പെഷ്യൽ ആളാണ്. ആണോ? ഗസ്സി വലിയൊരു ലൈക്കോ. ഒരു അടിപൊളി ഒരു ലൈക്കാണ്, മ്യൂസിക്കിനെ ബന്ധപ്പെട്ടിട്ടുള്ള. മ്യൂസിക് എ റഹ്മാൻ സാറാണ്. ഓ, കൊള്ളാലോ. ഓ, റഹ്മാൻ സാർ ഒരു ലൈക്ക് ചെയ്തല്ലേ? ഓ അത് ഏത് പാടിക്കാൻ പാട്ടായിരുന്നു?
കണ്ണോട് കാണുമ്പതല്ല. അപ്പൊ മിയക്കുട്ടി വരുമ്പോ തന്നെ ഒരു ഉന്മേഷം നമുക്ക് എല്ലാവർക്കും. കൂടെ റിജ്വൽ ഇന്ന് കലക്കി. താങ്ക് യു കേട്ടോ, വെരി നൈസ്, വെരി നൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് ആ ഒരുപാട് ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് പാടി. പിന്നെ ആ ഡ്യുവറ്റിന്റെ ആ ഒരു ഭംഗിയും പ്രത്യേകം കേൾക്കാനുണ്ടായിരുന്നു. ഒരു കുഞ്ഞു 1-2 സ്ഥലത്ത് ഒരു ഫിനിഷിങ് കുറവ് തോന്നി. ആ വൃശ്ചികരാവിൻ പച്ചില കൂട്ടിൽ ആ ഭാഗം പാടിയില്ലേ, അവിടെ ഒരു ചെറിയൊരു ഫിനിഷിങ് കുറവുണ്ടായിരുന്നു. പിന്നെ മനസ്സിൻ കൂട്ടിൽ കൂടി ഇരുത്താലോ എന്ന് പറഞ്ഞ ഭാഗം ചരണത്തിലും ചെറിയൊരു ഫിനിഷിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളി. രണ്ടുപേരും കലക്കി. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനുകൂടാ ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് മാർക്ക് കൊടുക്കാൻ പോകുന്നു. ആരാത്? നമ്മുടെ മീൻകുട്ടൻ. പിന്നെ അതെ, ഓക്കെ. കൊടുത്തോ. ഞാൻ കൊടുക്കാനാ? 100. 100 സൂപ്പർ സ്റ്റാർസ് ഒക്കെ അങ്ങനെയാ. 100ന്റെ പരിപാടിയില്ല, കുറയ്ക്ക്. ഒരു 99. കുറച്ചുകൂടി. ഒരു 90. എന്നാ 90 കൊടുത്താലോ? നന്നായിട്ട് പാടിയില്ലേ? കുറച്ചും കൂടെ കൊടുക്കായിരുന്നില്ലേ? എത്ര കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എത്ര? ഒരു 98.5. 98.5. ഇതിന്റെ ഇടയിൽ നമുക്ക് കൊടുത്താലോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.25 ഔട്ട് ഓഫ് 100 ഫോർ റിച്വൽ. താങ്ക് യു. ഓക്കെ മിയക്കുട്ട, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. എം ജെ അങ്കിൾ, തമിഴ് പേസുങ്ക. തമിഴിൽ പേസണോ? അതെന്തിനാ ഇപ്പൊ തമിഴിൽ പേസുന്നത്? സുമ ഒരു തമിഴ് കാത്തടിക്കത്. എനിക്കറിയാം എന്തിനാ നിങ്ങൾ തമിഴിൽ പേസുന്നത്. തമിഴ് കാറ്റ് വരുന്നുണ്ട്. അതെ, എന്നെ പേജ് ചെയ്ത് മലയാളം പേജ് പക്ഷേ തമിഴില്. പക്ഷെ ഇതൊക്കെ സൂക്ഷിച്ചോ, കാരണം ഇപ്പൊ വരാൻ പോകുന്നത് അങ്ങനെ വെറും ഒരു തമിഴ് കാറ്റല്ല. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തമിഴ് പ്രേതമാണ് അയ്യോ. ഇവിടെ വരാൻ പ്രേതം. പോകുന്നത്. My God. കാണണ്ടേ? തമിഴ് പേയ്, പേയ്. തമിഴ് പേയ്. അതെ, പേയ്. പേയ്. പേയും വിശേഷമൊക്കെ നമുക്ക് അറിഞ്ഞൂടാ ആരാ വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തമിഴ് പ്രേതം ഓൺ സ്റ്റേജ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ തമിഴ് കാത്ത്? ഇത് യാരപ്പാ? ഓ, അമ്പത്തൂർ യക്ഷിയാ ഇത്. ஓகே ஓகே ஓகே. இது வந்து புது மாடர்ன் யக்ஷி இல்லையா? ஆமா, ஓ, நான் வந்து லாங் லேயர்ஸ் கர்டன் பேங்க்ஸ் வச்ச யக்ஷி. long layers. ஓ, அப்படியா? ஓகே ஓகே ஓகே. யக்ஷி வந்து பேசுறது தமிழ்ல, பாட்டு வந்து மலையாளத்துல. ஆமா, அது எப்படி யக்ஷி? அது வந்து பார்டர்ல இருக்காங்க, அந்த யக்ஷி பார்டர். പാലക്കാട് കോയമ്പത്തൂർ ബോർഡർ യക്ഷി. രണ്ട് ഭാഷയും യക്ഷിക്ക് സുഖാണോ? എങ്ങനെയുണ്ട് അവിടെ? ഇഷ്ടംപോലെ ചോരയൊക്കെ കിട്ടുന്നുണ്ടോ? ജീവിതം. யக்ஷியனை சத்தமே போட மாட்டேங்குது. கொஞ்சம் ரொம்ப மெதுவா பேசிட்டு இருக்கீங்க. ஆமா. என்ன இந்த மாதிரி குரல் இருக்குங்க? ഡംസ്റ്റർ എല്ലാം ഉണ്ട് ഇവിടെ. മറ്റേ அந்த பல்லு வச்சிருக்கீங்களா? അയ്യോ, கடவுளே. வந்து வீடு அந்த பனமேல இல்ல, நல்லா இருக்கா அந்த வீடு? பனமேல எப்படி ஏறும்? நீங்க பனைமரத்துல இருக்கீங்களா, தென்னை மரத்துல இருக்கீங்களா? பனைமரம் தான். பனைமரத்துல. ஓகே. அல்ல, அங்க வந்து வைஃபை கனெக்ஷன் இருக்கா? அங்க வைஃபையே இருக்காது. ஏன்னா நான் எல்லாரோட உயிரையும் എടുക്കുന്നതിനാல அங்க வந்து ആരും വരമാട്ടാ. അവിടെ ഇരിക്കുന്ന 3 പേരിൽ ആരുടെ ചോര കുടിക്കാൻ യക്ഷിക്ക് ഏറ്റവും ഇഷ്ടം? ഇങ്ങോട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയേക്കു. അവിടെ அந்த ரைட் சைடுல இருக்கிறான் இல்லையா, அந்த ஆளு. அந்த ஆளுக்கு கொஞ்சம் ரத்தம், அந்த மீட் எல்லாம் ஜாஸ்தி இருக்குன்னு நிறைய பிரியாணி சாப்பிடுவாங்க. ഇതെന്താ ഇത് വിൽക്കാൻ വെച്ചിരിക്കണ? எனக்கு சென்டர்ல இருக்கிறது பிரமாதமான சிறப்பு. அப்போ പാടാം നമുക്ക്. ஓகே, All the best. பாடுங்க. താങ്ക് യു. பாடினதுக்கு அப்புறம் ரத்தம் தரேன். നെഹി നെഹി എന്ന് പറഞ്ഞാ നെഹി തരൂല.
യക്ഷി നൈസ് നൈസ്. എനിക്ക് അനുപല്ലവി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എം ജെ സാർ. അതെ കാർച്ച കേട്ടപ്പോഴേ എനിക്ക് തോന്നി. പോയി. മീനുട്ടാ, എന്തോ ഇവിടെ ഒരു യക്ഷി വന്നിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലേ? കണ്ടു, ഞാൻ കണ്ടില്ലേ? കണ്ടു. ആ. മൊത്തം താല്പര്യം നമ്മുടെ ക്യാപ്റ്റനിലാണ്. അതെ അതെ അതെ. അത് 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 ദേ കൂടുതൽ ഈ യക്ഷി- ക്യാപ്റ്റനെ കാറിയുള്ളൂ, അതുകൊണ്ടാ. ഈ യക്ഷി നേരത്തെ പറഞ്ഞില്ല എന്റെ ചോര കുടിക്കാനാണ് താല്പര്യം. അപ്പൊ നല്ല ഏതാ ബ്ലഡ് ടേസ്റ്റ് ഉള്ള ഗ്രൂപ്പ്? AB പോസിറ്റീവ്. വെറുതെ അല്ല, അതെന്താ? അത് യക്ഷിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഇഷ്ടമാണ്. ഓ നെഗറ്റീവ് ഒന്നും വലിയ AB ഇഷ്ടമല്ല. പോസിറ്റീവ് യക്ഷിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതെ അതെ. അതെ സൂക്ഷിച്ചോ. ജംസ് മുട്ടായി തിന്നണ പോലെ എന്നെ വലിയ താല്പര്യമില്ല യക്ഷിക്ക്. ഞാൻ പല പ്രാവശ്യം നോക്കുന്നുണ്ട്, മൈൻഡ് പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ. യക്ഷിയെല്ലാം வந்து இந்த மாதிரி நல்லா பாடுமா? தெரியாது. என்ன மாதிரி தெரியாதா? பாடிருக்கு, சூப்பரா பாடிருக்கு. സൂപ്പറാ പാടുறது. ஆமா, താങ്ക് യു. ரொம்ப நல்லா பாடுற யக்ஷி. ம். எப்படி இவரு இந்த மாதிரி எல்லாம் நீங்க பாடுறீங்க இந்த யக்ஷி? எல்லாரோட ചോരയെ കുടിച്ചിട്ട് அந்த எனர்ஜி. அந்த எனர்ജിയില. ഓ அப்படியா? ഓക്കെ. യക്ഷിയൊക്കെ പാടി പാടി ഇമ്പ്രൂവ് ചെയ്യുന്ന നമുക്ക് ഇപ്പോഴും ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത് കേട്ടോ. നന്നായിട്ട് നല്ല improvement. ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓ നേരത്തെ പരിചയമുണ്ടോ ഈ യക്ഷിയെ? റൈക്കയുടെ ഛായല്ലേ? അതെ റൈക്കയുടെ ഛായ ഉണ്ട്. അറിയതല്ലേ? അതെ, അതെ അതെ അതെ. നമ്മുടെ സ്വന്തം ഐശ്വര്യ റായ് ആയ റൈക്കയുടെ ഒരു ഛായ ഛായയുള്ള ഉള്ള ഒരു യക്ഷി. യക്ഷി. യക്ഷിയുടെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആഹാ, താങ്ക് യു. அந்த ப்ரொபோர்ஷனுக்கு மேலே வந்தாச்சு. ஆமா. புது புது ஒரு லெவல்ல வந்தாச்சு. நீ என் ஜீவனாய் வரு நிஷா கீதமாய். ஆமாம். ஆ, அது வந்து ரொம்ப நல்லா இருந்தது. താങ്ക് യു. சரணம் எண்ட் இல்லையா? ആ. சரணம் எண்ட் ஃப்ரேஸ் ரெண்டு சரணத்துல ஆமா அது நல்லா இருந்தது. ஆன் த டாட் வந்தது. താങ്ക് യു. ஆமா. റിമാർക്കബിൾ പാട്ട്. താങ്ക് യു. ക്യാരക്ടർ വിട്ടോ യക്ഷി വേണമെങ്കിൽ. താങ്ക് യു. എനിക്കൊരു സമാധാനമായി. സമാധാനായി. കടം തീരാതെ വിട പറയാതെ വെറുതെ പിരിഞ്ഞുപോയി ശ്രുതി ചേരാത്ത ദാഹങ്ങളിൽ. ആ ഉം. താങ്ക് യു. വെരി നൈസ്. താങ്ക് മാത്രമല്ല യു. റൈക്കയുടെ ശബ്ദം അതിനൊരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ. തീർച്ചയായിട്ടും ആ. അതെ. അപ്പൊ ഒരു ഡിഗ്രി ഓഫ് മെച്ചൂരിറ്റി ഇല്ല സിംഗിങ്ങില്, ம். வாய்ஸ்ல ம். அதெல்லாம் வந்தாச்சு. താങ്ക് യു. ரொம்ப பிரில்லியண்டா வந்துச்சு. താങ്ക് യു. இப்ப யக்ஷியத்தான் பாடுறோம், அதான் சொல்றது மது. ஆமா. മത്. മത്. இந்த யக்ஷி ஆகும்போது ஏதோ சூப்பர் பவர் வருது உங்களுக்கு. താങ്ക് യു. ஆமா. ஒரு சின்ன சந்தேகம் வந்து அந்த புதுமழையாய் வந்தோம் நீ இல்லையா? நீ நீ என்ன அது என்ன சங்கதி? அதுக்கு அதுக்கு மட்டும் கொஞ்சம் கிளாரிட்டி வந்தா நல்லா இருக்கும். நல்லா இருக்கும். പുതുമഴയായി വന്നു നീ. இப்ப வந்தாச்சு. ഇപ്പൊ അന്താ നീ വന്നാச்சு. வந்தாச்சு. ആര്യ ചേച്ചി ശരിക്കും പേടിച്ചോ? ഞാനോ ആ. പുറകിന്ന് പെട്ടെന്ന് വന്നപ്പോ ഞാൻ അതാ പേടിച്ചു. ചോദിച്ചേ. ആ ഞാൻ പേടിച്ചു. പേടിച്ചില്ല, ഭയന്ന് കുറച്ച്. ഞാൻ എന്താ അറിയോ അവിടെ Yes. അപ്പൊ അതിലേ കൂടെ ഒരു പ്രേതം നടക്കുമ്പോ ഞാൻ വെച്ചോ അവിടെ കൂടെ പ്രേതം ഞാൻ അത് നമ്മുടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഒരു പ്രയത്നം വെച്ചത്, ആ. ഇങ്ങനെ പേടിപ്പിക്കാൻ. ഞാൻ എന്തായിരുന്നു അറിയോ ഞാൻ ഇങ്ങനെ ഐഡിയ. മറ്റേ കിളിച്ചുണ്ടും മാമ്പഴത്തിലെ വെള്ളാട്ട പൊക്കറയൊക്കെ ഇങ്ങനെ സ്മരിച്ചോണ്ട് ഓർമ്മിച്ചോണ്ടിരിക്കുന്നു. സ്മരിച്ചോ അതിനിടയ്ക്ക്? അതാണ് ഇങ്ങനെ അപ്പൊ അത് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ വിളിച്ചു അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഈ ഇതിലെ കൂടെ ഒരു യക്ഷിയും കൂടെ എൻട്രി എന്ന് വിചാരിച്ചപ്പോ പുറകിന്ന് நீங்க ரொம்ப அழகா பாடுனீங்க. താങ്ക് യു. எனக்கு ரொம்ப பிடிச்சு போச்சு. താങ്ക് യു. ஓகே. நீங்க இந்த பாட்டு பாடும்போது தான் എനിക്ക് நான் പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോതമംഗലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിറച്ച് റബ്ബർ മരം ഉണ്ട് വീടിന്റെ ചുറ്റും. അവിടെ റബ്ബർ ടാപ്പ് ചെയ്യാൻ വരുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പേര് ഇപ്പൊ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പൊ ജോസ് എന്നിട്ടേക്കാം. ജോസ് ചേട്ടൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. പള്ളിയില് തെമ്മാടിക്കുഴിയിലല്ലേ കൊണ്ടടക്കുക. ദുർമരണം നടന്നവരെയൊക്കെ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പണ്ട് അടക്കിയിരുന്നത് പള്ളികളിൽ. വേറെ സെപ്പറേറ്റ് സ്ഥലത്താണ് അടക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അടക്കി. 3-ാമത്തെ ദിവസം മുതൽ ഈ ചേച്ചി അതിൽ കൂടെ നടക്കണതാണ്. ഞാനും ഇതെങ്ങനെ കഥ അവിടെ നിൽക്കട്ടെ. ഞാനും എൻ്റെ കസിൻസ് ഒക്കെ കൂടി അവിടെ ഒരു കനാലുണ്ട്, അവിടെ പോയി കുളിക്കാൻ പോകും. അപ്പൊ കുളിക്കാൻ പോകുമ്പോൾ ദേവസ്വക്കുട്ടി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ റിലേറ്റീവ് ആണ് ഈ ചേച്ചി മരിച്ചുപോയ. അപ്പൊ ഈ ചേട്ടനാണ് നമ്മുടെ ഈ കഥ പറയണത്. ഈ ചേട്ടൻ അവിടെ വന്നിട്ട് പറയാ, ഈ മരിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഇവരെ കാണുന്നുണ്ടല്ലോ. ഈ ചേട്ടന്റെ വീട്ടിലും രാത്രിയപ്പോ വാതിൽ മുട്ടി. ചേട്ടൻ നല്ല ഉറക്കത്തിലെ അത്യാവശ്യം കഴിച്ചിട്ടൊക്കെ കിടന്നുറങ്ങുന്ന ആള്, ടൈലറാണ് പുള്ളി. പോയി വന്ന് വാതിൽ തുറന്നപ്പോ ഈ ചേച്ചി മുമ്പിൽ വെക്കുന്നു. രാത്രി വാതിൽ മുട്ടിട്ടെ. അവളുടെ പേരാണ് ആ കൊച്ചിനെ വെറുതെ വിട്. ആര് വെറുതെ ഇവിടെ അവള് ഇതൊക്കെ റാണി ചേച്ചി കുടിച്ചതാണോ? ഗ്രേസ് മോളായിരുന്നു. അല്ല ദേവസ്വം കുടിച്ചേട്ടൻ നോക്കിയപ്പോ ഈ ചേച്ചി ഇവിടെ നിക്കണു. ആ ചേച്ചി എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ പതുക്കെ, അതെ ചേച്ചി എന്താ എവിടെയെന്ന് ചോദിച്ചു. വീണ്ടും ഇങ്ങോട്ട് നോക്കൂ. എന്നിട്ട് നോക്കിയിട്ട് ഇതേ ഇങ്ങനെ, ചേച്ചി എന്താ ഇവിടെ
എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊറോട്ടയ്ക്ക് വീണ് ബോധം കെട്ട്. എന്നിട്ട് പുള്ളി ഒന്നര ആഴ്ച പനി പുള്ളിക്ക്. ആ. എന്നിട്ട് പോയി പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ സ്ത്രീയെ കാണുന്നുണ്ട് പറഞ്ഞ് പള്ളിയിൽ പോയി സംസാരിച്ചപ്പോ അച്ഛൻ തെമ്മാടിക്കുഴി പോയി നോക്കിയപ്പോ ആ കല്ലറയിരുന്ന സ്ലാബ് നീങ്ങി കിടക്കണു, കുരിശൊക്കെ തെറിച്ച് കിടക്കണു. രണ്ടാമത് അത് കല്ലറ അടച്ചിട്ട് വെഞ്ചരിപ്പൊക്കെ നടത്തി. പിന്നെ ഓക്കെ ഇനി ബാക്കി എപ്പിസോഡ് പിന്നെ എന്റെ അനുജന് എപ്പോഴും ഇതുപോലത്തെ അനുഭവം 3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാം അടുത്ത അത് അടുത്ത പാട്ടില് പാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഈ പാത്രം ഇനി ഒന്നും കൂടെ മേളിൽ കൊണ്ടു വെക്കണം. എന്നിട്ട് ആ ഇത് കഥ പറയാൻ ശരിക്കുള്ള കഥയായിരുന്നു ഇപ്പൊ ഇത് ഉണ്ടാക്കിയത്. ശരിക്കുള്ള ശരിക്കുള്ള കഥ, കഥയാണെന്ന് റിയൽ പറഞ്ഞത്. സ്റ്റോറി. മീനുട്ടാ ആ. മധു ഇതൊക്കെ പറഞ്ഞില്ലേ, ഉം. ഞാൻ പ്രേതത്തിന് സംഗീതം പഠിച്ച കാര്യം പറഞ്ഞു. ആ, അത് കൊള്ളാം. അത് ഇപ്പോഴല്ല variety. അടുത്ത പാട്ടിന്, അടുത്ത പ്രേത പാട്ട്. ഹൊറർ സോങ്. ആ, അപ്പോഴേ അതിന് മൂഡ് വരും. ഓക്കെ ആ, ശരി ശരി. ഓക്കെ. യെസ്. റൈക്ക ഓ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ റൈക്ക. കിടില പെർഫോമൻസ്. മെലഡി റൗണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയാ കോസ്റ്റ്യൂമും കൊറേ മീനുട്ടിന് നേരെ നോക്കിക്കോ. ഇങ്ങോട്ട് ഒന്നും ആവില്ല. ഇനി എന്നെ പേടിപ്പിക്കാൻ വല്ല. അതാ ഞാൻ പറയുന്നെ. ഓക്കെ അപ്പൊ റൈക്ക ബേബി അമേസിംഗ് പെർഫോമൻസ്. താങ്ക് യു. ആകെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എം ജെ സാറും മധുചേട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. മിടുക്കിയായിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, താങ്ക് യു. നന്നായി പാടുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് പ്ലസ് യു. ആ വോയിസിലുള്ള ആ കുറെ മറ്റേ എയറി ബ്രെത്തി ആയിട്ടുള്ള ഇതൊക്കെ പോയിട്ട് നല്ല മെച്ചുവർ വോയിസ് ആയിട്ടുണ്ട് ഇപ്പൊ താങ്ക് യു. കേട്ടോ. ആ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ യക്ഷിയാ റൈക്കയാ യക്ഷി. തിരുപ്പി യക്ഷിയായി മാറ്റിട്ടീங்களா? മാർക്ക് കൊടുക്കുമല്ലേ? അയ്യോ എന്റെ ചോര. அப்போ இன்னைக்கு யக்ஷிக்கு கிடைக்கிற மார்க் வந்து ம். 98.75 with AB positive blood. താങ്ക് യു. ரொம்ப പ്രമാദം. അത് മാത്രല്ല ഇത് ചരിത്രത്തിൽ ആദ്യമായി ഈ യക്ഷിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. ഓ ആ യക്ഷിയുടെ ഫ്രണ്ട് മധു. പ്രമാദം പ്രമാദം. താങ്ക് യു. മധു ഫ്രണ്ട്. മടിയനായിട്ടൊരു ആള് കണ്ടില്ലേ, എല്ലാവരും അവിടെ ഇരുന്നിട്ട് എല്ലാരും പറഞ്ഞു വിടും. ഇതാണ് യക്ഷി ബെസ്റ്റ് ചോര. എടുത്തോ. ആരുടെ വേണ്ട ഇപ്പൊ പറഞ്ഞു, ആരുടെയാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. ഇപ്പൊ വിളിക്കുവോ ഇങ്ങോട്ട്? സെന്റർ. Center. സെന്റർ ഓഫ് ദ ആര് അട്രാക്ഷൻ. ചേച്ചി പോരെ? എനിക്ക് യക്ഷിയുടെ ആ പല്ല് കാണണം അടുത്ത് വന്നിട്ട്. ആ. ദംഷ്ട്ര. വാ വാ. അതോടെ ഈ ക്യാപ്റ്റൻ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ചോര വേണ്ടേ? വേണ്ട. വേണ്ട. സിസ്റ്റർ അല്ല ഇത്, ചോര ഇവിടുന്നൊക്കെ വേണ്ട. കുടിച്ചെടുക്കാൻ കഴുത്തിനാ കുടിക്കുക. ചോര. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളെ. അതെ നമ്മുടെ യക്ഷിയുടെ ദംഷ്ട്രകൾ വൃത്തിയാക്കാൻ വേണ്ടി അതെ. വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് gift ഹാമ്പർ. hamper. താങ്ക് യു. അപ്പോൾ all the best, യക്ഷി. All the Thank best. you. യക്ഷി with feather cut and cotton bangs. Bye. Bye. Ah. Thank you. Bye, ചേച്ചി.